ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തികൾ കാലങ്ങളായി മനുഷ്യരുടെ പ്രതീക്ഷകളുടെയും അതിജീവനത്തിന്റെയും ഒരു ഇടനാഴിയായിരുന്നു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയും പലപ്പോഴും ചരിത്രപരമായ വേരുകൾ തേടിയും ഈ അതിർത്തികൾ താണ്ടിയവർ നിരവധിയാണ്. എന്നാൽ ഇന്ന് പശ്ചിമ ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങൾ തികച്ചും വ്യത്യസ്തവും അസാധാരണവുമായ ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർക്ക് പകരം തങ്ങളുടെ സമ്പാദ്യങ്ങളും ഭാണ്ഡങ്ങളുമായി ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ വെമ്പുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ നീണ്ട നിരകളാണ് നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഹക്കീപൂർ പോലെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത്. നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശികൾക്കെതിരെ പശ്ചിമ ബംഗാളിലെ പുതിയ BJP സർക്കാർ നടപടികൾ കർശനമാക്കിയതോടെയാണ് ഈ തിരിച്ചൊഴുക്ക് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ അടുത്തിടെ ആരംഭിച്ച സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികൾ അതിർത്തികളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. കണ്ടെത്തുക, ഒഴിവാക്കുക, നാടുകടത്തുക എന്ന അതീവ കർശനമായ നയം ഭരണകൂടം സ്വീകരിച്ചതോടെ പതിറ്റാണ്ടുകളായി ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞിരുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് മടങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഇന്നത്തെ ഈ പ്രതിസന്ധിയെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ പശ്ചിമ ബംഗാളിന്റെയും ബംഗ്ലാദേശിന്റെയും കുടിയേറ്റ ചരിത്രങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. 1947 വിഭജനവും 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധവും ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് അതിർത്തികൾ കടക്കാൻ നിർബന്ധിതരാക്കിയത്. നദികളും കണ്ടൽക്കാടുകളും വയലുകളും ഇടകലർന്ന അതിർത്തി നിർണയം പോലും ദുഷ്കരമായ ഈ ഭൂപ്രകൃതി അനധികൃത കുടിയേറ്റങ്ങൾക്ക് വലിയ തോതിൽ സഹായകരമാവുകയായിരുന്നു. പലപ്പോഴും ഭാഷയിലും വേഷത്തിലും സംസ്കാരത്തിലുമുള്ള സാമ്യതകൾ നുഴഞ്ഞുകയറ്റക്കാരെ പ്രാദേശിക ജനതയുമായി എളുപ്പത്തിൽ ഇഴുകിച്ചേരാൻ സഹായിച്ചു. എന്നാൽ ഇത്തരം കുടിയേറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ ജനസംഖ്യാ ശാസ്ത്രത്തെയും സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും സാരമായി ബാധിക്കുന്നുവെന്ന വാദം കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ ഭരണകൂടം തങ്ങളുടെ നയങ്ങൾ കടുപ്പിക്കുന്നത്. മുൻപ് രാഷ്ട്രീയ കാരണങ്ങളാൽ ഇത്തരം വിഷയങ്ങളിൽ നടപടികൾ മന്ദഗതിയിലായിരുന്നുവെങ്കിൽ ഇന്ന് പൂർണ്ണമായും ഒരു സുരക്ഷാ വിഷയമായി ഇതിനെ പരിഗണിച്ച് വേരോടെ പിഴുതെറിയാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ മാറ്റം അവിടുത്തെ സാമൂഹിക ഘടനയിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പശ്ചിമ ബംഗാൾ സർക്കാർ കുടിയേറ്റ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ തികച്ചും വിട്ടുവീഴ്ചയില്ലാത്തതാണ്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച ബംഗ്ലാദേശികൾക്കും രോഹിംഗ്യകൾക്കുമെതിരെയുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് BJP സർക്കാർ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രഖ്യാപനങ്ങളുടെ പ്രായോഗിക രൂപമാണ് ഇപ്പോൾ അതിർത്തികളിൽ നാം കാണുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രഖ്യാപനങ്ങൾ ഈ നയത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. പോലീസ് പിടികൂടുന്ന നുഴഞ്ഞുകയറ്റക്കാരെ ദീർഘമേറിയ കോടതി നടപടികൾക്ക് വിധേയരാക്കാതെ നേരിട്ട് അതിർത്തി രക്ഷാസേനയ്ക്ക് കൈമാറാനാണ് പുതിയ തീരുമാനം. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പരിധിയിൽ വരാത്ത രേഖകളില്ലാത്ത എല്ലാവരെയും നുഴഞ്ഞുകയറ്റക്കാരായി കണക്കാക്കുമെന്നും അവരെ BSFന് കൈമാറി ഉടൻ തന്നെ ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനയുമായി ബന്ധപ്പെട്ട് നാട് കടത്തുമെന്നുമാണ് സർക്കാർ ഭാഷ്യം. ഇതിനായി ബംഗാൻ, ബസിർഹട്ട് തുടങ്ങിയ തന്ത്രപ്രധാനമായ അതിർത്തികളിലെ BSF ഔട്ട് പോസ്റ്റുകളെ നേരിട്ട് ഉപയോഗപ്പെടുത്താനാണ് പദ്ധതി. വർഷങ്ങളോളം നീളുന്ന നിയമ പോരാട്ടങ്ങൾ ഒഴിവാക്കി നടപടികൾ വേഗത്തിലാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ കർശന നടപടികൾക്ക് നിയമപരമായ അടിത്തറ നൽകുന്നത് പാർലമെന്റ് പാസാക്കിയ പുതിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 ആണ്. ഇന്ത്യയുടെ കുടിയേറ്റ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ നിയമങ്ങളിലൊന്നാണ് ഇത്. പഴയ നിയമങ്ങളിലെ പഴുതുകൾ അടച്ചുകൊണ്ട് തികച്ചും സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്. പുതിയ നിയമപ്രകാരം ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിന് മുകളിലുള്ള ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും കുടിയേറ്റ ചട്ടങ്ങൾ ലംഘിക്കുന്നുവെന്ന് സംശയിക്കുന്നവരെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പൂർണ്ണ അധികാരമുണ്ട്. ഈ അധികാരം താഴെത്തട്ടിലുള്ള പോലീസുകാർക്ക് നൽകുന്നതിലൂടെ വേഗത്തിലുള്ള നടപടികളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ പൗരത്വ രേഖകൾ പരിശോധിക്കുന്നതിനായി അവരെ 30 ദിവസം വരെ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കാൻ സാധിക്കും. ഈ കാലയളവിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരാണ് ഇവരുടെ പൗരത്വ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. നാട് കടത്തുന്നതിന് മുൻപായി അവരുടെ വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര ഡേറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യും. ഭാവിയിൽ ഇവർ വീണ്ടും അതിർത്തി കടക്കാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഒരു നടപടി. വളരെ പഴുതുകളടച്ച ഈ നിയമ സംവിധാനമാണ് അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ മടങ്ങാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. കണ്ടെത്തുക, ഒഴിവാക്കുക, നാട് കടത്തുക എന്ന നയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറിയിരിക്കുന്നത് സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ച തടങ്കൽ കേന്ദ്രങ്ങളാണ്. പശ്ചിമ ബംഗാളിൽ ആദ്യമായി ഇത്തരമൊരു തടങ്കൽ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കിയത് മാൽഡ ജില്ലയിലാണ്. ഇംഗ്ലീഷ് ബസാറിലെ ചന്ദൻ പാർക്കിൽ ഒരുക്കിയിട്ടുള്ള ഈ കേന്ദ്രത്തിൽ നിലവിൽ 3 സ്ത്രീകളും 6 പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഉൾപ്പെടെ 9 ബംഗ്ലാദേശ് പൗരന്മാരെയാണ് കർശന സുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുന്നത്. CCTV നിരീക്ഷണ സംവിധാനങ്ങൾ, 24 മണിക്കൂറും പോലീസ് സുരക്ഷ, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരുടെ സേവനം
എന്നിവ ഉറപ്പാക്കിയുള്ള ഈ കേന്ദ്രങ്ങൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ നൽകുന്നുണ്ട്. രേഖകളില്ലാതെ രാജ്യത്തേക്ക് കടന്നതിനോ അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃതമായി താമസിച്ചതിനോ പിടിക്കപ്പെടുന്നവരെ അവരെ തിരികെ അയക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ സുരക്ഷിതരായി പാർപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. തടങ്കൽ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് അനധികൃത കുടിയേറ്റക്കാർക്കിടയിൽ വലിയ ഭയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഡംഡമിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി താമസിച്ചിരുന്ന ഒരു ബംഗ്ലാദേശ് പൗരൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞ വാക്കുകൾ ഈ ഭയത്തിന്റെ നേർചിത്രമാണ്. അധികാരികൾ ഇവിടെ നിൽക്കാൻ അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് വേറെ യാതൊരു മാർഗവുമില്ലെന്നും സർക്കാരിന്റെ പിന്തുണയില്ലാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും സ്വന്തം രാജ്യത്തേക്ക് രക്ഷപ്പെടുക എന്ന ചിന്തയാണ് ഇപ്പോൾ അതിർത്തികളിലെ തിരക്കിന് കാരണമായത്. വളരെ സങ്കീർണമായ ഈ ഭരണഘടനാപരവും മാനുഷികവുമായ വിഷയത്തിൽ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയാണുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കങ്ങളെ BJP നേതൃത്വം പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നു. വടക്കൻ മാൽഡയിൽ നിന്നുള്ള BJP പാർലമെന്റ് അംഗം ഖഗൻ മുർമു ഈ വിഷയത്തിൽ പ്രതികരിച്ചത് വളരെ രൂക്ഷമായ ഭാഷയിലാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കാത്തവർ എത്രയും വേഗം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങണമെന്നും മുൻകാലങ്ങളിൽ ബംഗാൾ രോഹിംഗ്യകളുടെയും തീവ്രവാദികളുടെയും സുരക്ഷിത ഇടനാഴിയായി മാറിയിരുന്നുവെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. ദേശീയ സുരക്ഷയെ മുൻനിർത്തിയുള്ള കർശന നിലപാടാണ് ഭരണപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ മറുവശത്ത് പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ വലിയ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നത് രാജ്യത്തിന്റെ ആവശ്യമാണ് ണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഈ നടപടികളുടെ മറവിൽ യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാർ വേട്ടയാടപ്പെടാൻ പാടില്ല എന്നാണ് അവരുടെ വാദം. മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവായ കൃഷ്ണേന്ദു നാരായൺ ചൗധരി വ്യക്തമാക്കിയത് ഇത്തരം നടപടികൾ പൂർണ്ണമായും കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നാണ്. രേഖകളിലെ ചെറിയ പിഴവുകളിലൂടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധത്തിന്റെയോ പേരിൽ നിയമപരമായ ഒരു ഇന്ത്യൻ പൗരൻ പോലും പീഡിപ്പിക്കപ്പെടരുത് എന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷം നൽകുന്നത്. ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പൗരത്വ പട്ടികയുമായി ബന്ധപ്പെട്ട് മുൻപുയർന്നു വന്ന സമാനമായ പ്രതിസന്ധികളും ആശങ്കകളും ഇപ്പോൾ ബംഗാളിന്റെ മണ്ണിലും രൂപപ്പെടുകയാണ്. പശ്ചിമ ബംഗാളിലെ അതിർത്തികളിൽ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ ഒരു വലിയ രാഷ്ട്രീയ സാമൂഹിക മാറ്റത്തിന്റെ തുടക്കം മാത്രമാണ്. ഒരു രാജ്യത്തിന് അതിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനും ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താനും പൂർണ്ണ അവകാശമുണ്ട്. രേഖകളില്ലാത്ത കുടിയേറ്റം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ഘടനയിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ അതേസമയം ഇതിന് പിന്നിലെ മാനുഷികമായ വശങ്ങൾ പൂർണ്ണമായും അവഗണിക്കാനുമാകില്ല. വർഷങ്ങളായി ഇന്ത്യയിൽ ജീവിച്ച് ഇവിടുത്തെ തൊഴിൽ മേഖലകളിൽ അലിഞ്ഞു ചേർന്ന ഒരു ജനതയെ ഒറ്റയടിക്ക് വേരോടെ പിഴുതെറിയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന മാനുഷിക പ്രതിസന്ധികൾ വലുതായിരിക്കും. മാത്രമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ ഈ നടപടികൾ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയുടെയും പുതിയ നിയമങ്ങളുടെയും പിൻബലത്തിൽ അനധികൃത കുടിയേറ്റം തടയാൻ ഇന്ത്യ എടുക്കുന്ന ഈ കർശന നിലപാടുകൾ ഭാവിയിൽ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യം ഉറപ്പാണ്. യഥാർത്ഥ പൗരന്മാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അതീവ ജാഗ്രതയോടെ വേണം ഭരണകൂടം ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ. അതിർത്തികൾ കേവലം ഭൂപടത്തിലെ വരകൾ മാത്രമല്ലെന്നും അവ മനുഷ്യരുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും നിർണ്ണയിക്കുന്ന വലിയ മതിലുകളാണെന്നും പശ്ചിമ ബംഗാളിലെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നീതിയും നിയമവും രാജ്യസുരക്ഷയും ഒത്തുചേരുമ്പോൾ അത് സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാകാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.